രായ ഇന്നലെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ അരങ്ങേറിയായിരുന്നു, നീ വല്ല അറിഞ്ഞാ? എടേ രായ, സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 143 എന്ന് പറഞ്ഞ റേഡിയോ നമ്മുടെ ബ്ലാക്ക് മാഫിയ തുടങ്ങിയ സമയത്ത് 143 എന്ന് പറഞ്ഞ റേഡിയോ ഞാൻ നമ്മുടെ ചുമ്മാ ചൂസ് ചെയ്തതാണ് എല്ലാ പയ്യന്മാരെല്ലാം കൂടി. അപ്പൊ റേഡിയോന്റെ ഇന്നലെ വലിയ പറഞ്ഞോട്ടാ. അപ്പൊ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഒരു റേഡിയോ ആണ് ഈ 143. അന്നേരം മറ്റേ ദാസപ്പൻ ഇടയ്ക്ക് വന്ന്, മനസ്സിലായില്ലേ, കുറച്ച് ദാസപ്പന്റെ കേസിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി. അങ്ങനെ ദാസപ്പനെ ഇറക്കി. അപ്പൊ ദാസപ്പൻ എന്ത് ചെയ്ത്, ദാസപ്പൻ കുറച്ച് ബിസിനസ് ഒക്കെ പിടിച്ചേട്ടാ. പിടിച്ചപ്പോഴത്തേക്ക് അളിയൻ വലിയ ആളായിട്ട് നല്ല കാര്യം അവൻ തന്നെ. അവനാണ് ഈ ദാസപ്പൻ. അവൻ എന്താ ഇങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതായത് അവൻ ഇവിടെ ഉണ്ടാക്കി, അവൻ നമ്മളുടെ ബ്ലാക്ക് മാഫിയയിൽ ഉണ്ടാക്കിയ ഇഷ്യൂ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൻ വന്ന് സിറ്റി വന്ന് നമ്മളെ, അതായത് ഞാനാണ് അവനെ ചൂസ് ചെയ്തേട്ടാ. കാര്യം പയ്യൻ നോക്കിയപ്പോഴത്തേക്കും എന്താ, അവൻ എൻ്റെ ഇതേ മുടി ഇതുപോലൊക്കെ വെച്ചിട്ട് വന്നിട്ട് ഞാനായിട്ട് അവനായിട്ട് ഉടക്കായിട്ടെ. അവരുടെ പോയി മുടി മാറ്റിയിട്ട് ആ പൈസ കൊടുത്ത് ആളെ മുടി ഇട്ടൊക്കെ വിട്ട് ആള് മുടിയൊക്കെ അടുത്ത ദിവസം രാവിലെ കുട്ടപ്പനായിട്ട് വന്നിങ്ങനെ ചന്ദ്രാന്ന് വിളിച്ചിട്ട്, ചന്ദ്ര ഞാൻ മുടിയൊക്കെ വെട്ടി സെറ്റാണ്. അതിനുശേഷം അളിയുടെ സിറ്റിയിൽ വെച്ച് ഞാൻ കാണും, വലിയ കാര്യം സംസാരിക്കും, മനസ്സിലായില്ലേ? സാധാരണ നമ്മുടെ മുടി രേസൊക്കെ പറഞ്ഞു പോകുമ്പോഴത്തേക്ക് അടിയും പിടിയായി ബഹളമൊക്കെ ആയി അങ്ങനെ അലമ്പ ആക്കുന്നവന്മാരാണ് കൂടുതലും. അപ്പൊ യവൻ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു നോക്കല്ലേ, നൈസ് ഗായ് ആണ്, നമ്മുടെ കൂടെ കൂട്ടാൻ പറ്റുന്ന ഒരുത്തനാണെന്ന് വിചാരിച്ച് അളിയനെ കൂടെ കൂട്ടിയിട്ട് അളിയൻ കുറച്ച് ദിവസം ആയപ്പോഴത്തേക്കും മറ്റുള്ളവരെ, അതായത് ബ്ലാക്ക് മാഫിയയിലെ നമ്മുടെ സജി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, മനസ്സിലായില്ലേ, നീ എങ്ങനെയാണ് അന്തേരിയും ബെല്ലാരിയും തുടങ്ങിയ അതുപോലെയാണ്. അങ്ങനെ കുറച്ച് അവന്മാർക്ക് എന്തേലും ഒരു നമ്മൾ കാരണം എന്തേലും അവന്മാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്തോട്ടെ, നല്ലൊരു കാര്യമല്ലേ. ആ ഒരു സംഭവത്തിലാണ് ഞാൻ തുടങ്ങിയത്. അപ്പൊ സജീയുടെ അടുത്തൊക്കെ പോയിട്ട് അളിയന്റെ ഡയലോഗ് എന്നൊക്കെ പറഞ്ഞ ഇതാണ്, ചന്ദ്രന് ഞാൻ 50 ലക്ഷം കൊടുത്തു, നീ എന്തിനു കൊടുത്ത്? മനസ്സിലായില്ലേ? ഇങ്ങനത്തെ തീട്ട ഡയലോഗ് ഇവൻ ഇടയ്ക്കൊക്കെ ഓർത്തരും. അതായത് എവന്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും റോങ് ആവുകയാണെങ്കിൽ അളി, നീ ചന്ദ്രൻ എത്ര കൊടുത്തു, ചന്ദ്രൻ ഞാൻ ഇത്ര കൊടുത്തു, ഒരുമാതിരി മറ്റേ അണ്ണൻ കളിയും, മനസ്സിലായില്ലേ? പൊങ്ങച്ചം പറച്ചില്, ഞാൻ ഇത്ര കൊടുക്കുന്നുണ്ട്, ഞാൻ വലിയ അണ്ണിയാണെന്നുള്ള രീതിയിലുള്ള വർത്താനമാണ് അളിയൻ്റെത്. പോട്ട് അപ്പൊ ഈ വിഷയമൊക്കെ ഈ വിഷയമൊക്കെ അറിഞ്ഞ് അതെല്ലാം ഇതാക്കിയിട്ട് അളിയൻ നന്നാവട്ടെ എന്നൊക്കെ കുറെ അവസരം കൊടുത്ത അളിയന്. അപ്പോഴാണ് വേറെ കുറച്ച് ഇഷ്യൂ നമ്മുടെ കണ്ണാപ്പിയായിട്ട് ഇഷ്യൂ ആവണത്. അന്ന് ഓർമ്മ കണ്ണാപ്പിനെ അടിച്ചത്. ആ ഇഷ്യൂ ആയപ്പോഴത്തേക്കും അളിയന്റെ നമ്മുടെ കൂടെ ഉള്ള വേറെത്തിന് കൂടി അതിൻ്റെ അകത്തൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സംസാരമൊക്കെ ആയി. അളിയൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ്, നിന്റെ ബെറ്റിംഗ് ഇടയ്ക്ക് എടുത്ത് പൊക്കോ, നിനക്ക് കാശാണ്, നിനക്ക് ബിസിനസ്സും കാശൊക്കെ ആണെങ്കിൽ നീ അവന്റെ കൂടെ അങ്ങ് പൊക്കോ എന്ന് പറഞ്ഞു. അല്ലാതെ ഇങ്ങനെ TVക്ക് വേണ്ടി ഞാൻ ബ്ലാക്ക് മാഫിയുടെ നമ്മുടെ മൊത്തം ഗ്രൈൻഡിങ് ഫണ്ട് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് പിടിക്കാന്നാണ് വിചാരിച്ചത്, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ്, നിന്റെ അണ്ണന്മാരെയും അല്ലെങ്കിൽ യവന്റെ പരിപാടി എന്താ അറിയാവോ? യവനാണെങ്കിൽ യവന്മാരെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തരല്ല ഗ്രൈൻഡ് ചെയ്യണത്. എടാ നമ്മൾ അന്തേരിയിൽ ബെല്ലേരിയിലൊക്കെ എന്താണ് പിള്ളേർ ചെയ്യണത്? അവന്മാരെന്ത് ചെയ്യും? ഇപ്പൊ പൈസ ഇപ്പൊ ഗ്രൈൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാരും ഗ്രൈൻഡ് ചെയ്തിട്ട് പയ്യന്മാർ, അതായത് അകത്തുള്ളവർ തന്നെ കൊണ്ടിലേക്ക് ഒരാളുടെ കൊടുക്കും. അതായത് നിന്റെ വരും കാശ് അങ്ങനെ വരും. ഇതെന്താ പറയട്ടെ, ഇത് സിറ്റിയിലുള്ള ബാക്കി സിറ്റിസൺസിന് ചെറിയ ഫാമിലി കണക്ക് കുറെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതുപോലത്തെ സംഭവമൊക്കെ വെച്ചിട്ട് ഇവന്മാരെന്നൊക്കെ പൈസ എടുത്തിട്ടാണ് യവന്മാര് പരിപാടിയും ചെയ്യണം, ഈ ബിസിനസ് കാര്യങ്ങളൊക്കെ. അപ്പൊ യവന്മാർ എവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് യവന്മാര് സംഭവം ചെയ്യണം. അല്ലാണ്ട് ഒരുത്തൻ ഗ്രൈൻഡ് ചെയ്ത കാശൊന്നുമല്ല ഈ മറ്റേ 2000 കോടിയും 1000 കോടിയും ഒരുത്തൻ ഗ്രൈൻഡ് ചെയ്യണമല്ല. ഒരുത്തൻ ഗ്രൈൻഡ് ചെയ്തെന്ന് തന്നെ ഇരുന്നോട്ടാ. അവ ചെയ്തെന്ന് തന്നെ ഇരുന്നോട്ട്. നമ്മുടെ കൂടെ നിന്ന് പുറകെ നിന്ന് കുത്തനവന്മാരെ വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ലാത്തോണ്ട് അവനെ ഞാൻ ഇറക്കി വിട്ട് ബ്ലാക്ക് മാഫിയെന്ന്. ആരാ? ദാസപ്പനെ. അപ്പൊ ഈ പൈസ കൊണ്ട് അണ്ണ എന്ത് ചെയ്ത് പോയി വേറെ ബിസിനസ് തുടങ്ങി. ബിസിനസ് തുടങ്ങിയിട്ട് അളിയ ഇന്നലെ വന്നിട്ട് 143 റേഡിയോയിലും കയറി, എനിക്ക് ഈ റേഡിയോ വേണം, ഇതാണ് ഞങ്ങൾക്ക് ബിസിനസ്സിന് ആവശ്യമായിട്ട് റേഡിയോ. എടാ, ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല അന്ന്. ഇവനെ ഇറക്കി വിട്ടപ്പോഴും ഞാൻ പറഞ്ഞു, നിന്റെ അടുത്ത് മര്യാദയ്ക്കാണ് സംസാരിച്ചത്, ഞാൻ നിനക്ക് ഇവിടെ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഓക്കെ നിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇതാക്കുന്നു എന്ന് പറഞ്ഞ് മര്യാദയ്ക്കാണെന്ന് സംസാരിച്ചത്. ഞാൻ ഒരു അലമ്പോ എടുത്ത് സംസാരിച്ചിട്ടില്ല. അളിയനെ ഞാൻ മര്യാദയ്ക്ക് ഇറക്കി അങ്ങ് വിട്ട്. അളിയൻ ഇന്നലെ 143 റേഡിയോ അങ്ങ് വേണം. അപ്പൊ ഞാൻ പറഞ്ഞത് ശരി, നിനക്ക് കാരണം ഈ ഒരുപാട് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് റേഡിയോ വേണമെന്ന് പറഞ്ഞപ്പോ നമുക്ക് ഷോക്ക് അടിച്ചു, മനസ്സിലായില്ലേ?
അല്ലാണ്ട് നമ്മുടെ തന്നിട്ട് ഈ റേഡിയോ നമ്മൾ എടുത്തോട്ടാന്ന് ചോദിക്കുന്നതിന് പകരം നമ്മുടെ റേഡിയോ നമുക്ക് 143 എന്തോ റേഡിയോ ആണെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു വിളിച്ചോണ്ട് റേഡിയോ വന്ന് അപ്പത്തേക്കും അവൻ മാത്രമല്ല വന്നത് അവൻ ചാർലി ചാന്റെ 2 വാലാട്ടി നായ്ക്കള് പട്ടികള് ചാർലി വാങ്ങിയ 2 പട്ടി വസീം പിന്നാറ കോമഡി പീസാണ് ഞാൻ അറിഞ്ഞത് ഇന്നലെയാണ് അവന്റെ കാര്യങ്ങള് നമ്മളെ മെനിങ്ങാന്നൊന്ന് പരിചയപ്പെട്ട യവന്മാരൊക്കെ വന്നിരുന്നിട്ട് റേഡിയോയില് കോണാട്ടാ ഇത് ദാസപ്പം പറഞ്ഞു കൊണ്ടിരുത്തിയതാണോ അതോണോ ചാർലി ചായൻ മാസടിക്കാൻ വേണ്ടി കൊണ്ട് നിർത്തിയാണോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഈ പട്ടിത്തീട്ട എന്തിനാണ് റേഡിയോ വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല രായ. വല്ലവന്റെ വളി കയറി വിഴുങ്ങിട്ട് വന്നോളൂ. ഓടാ ഇവ എന്തിനാ വന്നത് എനിക്ക് മനസ്സിലാവല്ലടാ. എടാ അവൻ നമ്മള് കാരണമാണ് അവൻ സിറ്റിന്ന് പോയത് ആണോ നീ എന്നെ പറ. അവൻ മറ്റേ ദൈവത്തിന്റെ തള്ളക്ക് വിളിച്ച് സിറ്റിന്ന് പോയവനാണ് ആര് ചാർലി. ഒരു കാരണം റേഡിയോക്ക് വേണ്ടി വന്നു പറഞ്ഞ അടി ഉണ്ടാക്കണ്. അവന് എന്തിനാണ് പാട്ടെന്ന് പോലെ എനിക്ക് ഇന്നേ വരെ മനസ്സിലായിട്ടില്ല. അവൻ ഈ റേഡിയോക്കകത്തുള്ള എനിക്ക് എന്നിട്ട് റേഡിയോയില് കയറി കിടന്ന് നമ്മള് 3 കൂടി കിടന്ന് 2 ലൂപ്പർ ഓളികളോട് കിടന്ന് 2 മണിക്കൂർ അടിയായിരുന്നു. 2-3 മണിക്കൂർ ലൂപ്പർ ഓളികളെ കിടന്ന് അവന്മാര് പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് ചത്ത് എല്ലാം ചത്ത അവസാനം. എന്റെ അളിയ ഡേയ് ചാർലി ചായനൊക്കെ വന്നിട്ടുണ്ട് അറിഞ്ഞാ നീ വല്ലതും. അപ്പൊ അതൊക്കെയാണ് ഇന്നലത്തെ പരിപാടി. ഇതൊക്കെ ആയിരുന്നു സത്യം പറഞ്ഞ. പിന്നെ നമുക്കൊരു എന്റർടൈൻമെന്റുമായി. അവന്മാർക്ക് പിന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ലാത്തോണ്ട് അവന്മാര് വീട് വലിയ കാര്യത്തിൽ ഒന്ന് ഫോട്ടോ ഇട്ടിട്ട് മറ്റേ റൂമും മറ്റേ റെന്റിന് കൊടുക്കണമെന്ന്. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ അവന്റെ ഫോട്ടോ ആയിരുന്നു. ബോഡി വേണമെങ്കിൽ വന്ന് തൂക്കി പറക്കത്തുണ്ടെന്നും പറഞ്ഞു. എടാ എന്നിട്ട് ബാല അതിനെപ്പറ്റി സംസാരിച്ചപ്പോഴത്തേക്ക് അളിയൻ പറയണ് അളിയന് ഒറ്റ ഡയലോഗ് പെഡിഗിരി തരാം പല്ല് തരാം ഇങ്ങനെ അടുത്ത ഡയലോഗ് ഇത് നീ ചാടി ജനലിന്റെ കമ്പി കടി. എടാ ഇതൊക്കെ ഒരു 1000 വട്ടം കേട്ടിട്ടുണ്ടല്ലോ. 1000 കൂടുതൽ കേട്ടിട്ടുണ്ട് ഉറപ്പാണ്. അവൻ പറഞ്ഞെന്റെ ചെവിയിൽ ഇന്നലെ ഉറങ്ങിയപ്പോഴത്തേക്ക് ഇതന്നെ കേട്ടോണ്ടിരിക്കണ്. ചാടി കമ്പി കടി ഒള്ളിയ ചെവിയൊക്കെ കീറി ചോര വന്ന്. അപ്പോ വേറെ അറിഞ്ഞില്ലേ എടുത്ത് വണ്ടി ബൈക്കിൽ നിന്ന് ഞെരിച്ചു നമ്മള് ബാക്കിൽ പോണേ വന്ന് ഇടിച്ച് വീഴുന്ന്. കൂട്ടുകാരൻ നമ്മളെ കശത്തിരിക്കണ്. അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി എന്നിട്ട് നാച്ചുറൽ ആയിട്ട് മുതുകിൽ വന്നിട്ട് നാച്ചുറൽ അഭിനയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിൽ പിടിക്കുന്ന മനസ്സിലായപ്പോ ആളെ അടിച്ചു. ഇപ്പൊ പൊതുവെ അറിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഡിസ്കോഡ് RPM ഒക്കെയാണ്. എന്ത് തെണ്ടിത്തര കാണിച്ചാലും എല്ലാം പുറത്തു വരും. എന്ത് കാണിച്ചാലും അപ്പൊ തന്നെ സാധനം പുറത്തു വരും. സത്യം പറഞ്ഞാൽ മൊണ്ണയാണെന്നോടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവന് വേറെ എന്തൊക്കെ വഴിയുണ്ട്. എന്ത് കാണിച്ചാലും കറക്റ്റ് ആയിട്ട് കൊണ്ട് തരും പുറത്ത്. ഇന്നാ ഞാൻ ഇവരുടെ കൂടെ BML ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അടിക്കാൻ. അവന്മാരൊക്കെ വന്നിട്ടുണ്ട്. എല്ലാരും വരും. ഒരു താണ്ഡവം കഴിഞ്ഞിട്ട് നമുക്ക് ആടാം. നമുക്കൊരു കിടിലം താണ്ഡവം ആടണം. അമ്മമാരെ കളിക്കട്ടെ.